എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു മഹാൻ്റെ മഹൽ വചനത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഹിന്ദുക്കൾ ഇന്ത്യയിലെ രോഗികളായ മനുഷ്യരാണ്. അവരുടെ രോഗം മറ്റ് ഇന്ത്യക്കാരുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇക്കാര്യം ഹിന്ദുക്കളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഞാൻ സംതൃപ്തനാക്കും. 1937 ഡോക്ടർ അംബേദ്കർ എഴുതിയ സ്ട്രോങ് വേർഡ്സാണിത്. ജാതി നിർമൂലനം എന്ന പുസ്തകത്തിൻ്റെ 2ാം പതിപ്പിന് മുഖവരയായി എഴുതിയ വാക്കുകൾ. എന്താണ് അംബേദ്കർ ഉദ്ദേശിക്കുന്ന ആ ഹിന്ദുക്കളുടെ രോഗം? വേറൊന്നുമല്ല, ജാതിയുടെ പേരിൽ അവർ മറ്റുള്ള മനുഷ്യരോട് കാണിച്ചു കൂട്ടുന്ന വിവേചനങ്ങളും ദ്രോഹങ്ങളും തന്നെയാണ് ആ രോഗം. ജാതി വിചാരവുമായി ജീവിക്കുന്ന ഹിന്ദുവിനെ തിരുത്താനും നന്നാക്കാനും ആ രോഗം പരിപൂർണമായും ഭേദപ്പെടുത്തിയെടുക്കാനും ഒരുപാട് പേര് ഇന്ത്യയിൽ ശ്രമിച്ചിട്ടുണ്ട്. ഭക്തി പ്രസ്ഥാന കാലത്ത് ഭക്തി കൊണ്ട് ജാതിക്കെതിരെ പൊരുതിയവരുണ്ട്. എന്നാൽ ആര്യ സമാജം എന്നൊരു സംഘടന ഉണ്ടാക്കിയത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. എന്നാൽ ആധുനിക മൂല്യബോധം വെച്ചുള്ള ഒരു രീതിയിലല്ല സ്വാമി ജാതിക്കെതിരെ പ്രതികരിച്ചത്. ഹിന്ദു മതത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചാണ് അദ്ദേഹം ജാതിക്കെതിരെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാദം, വേദങ്ങൾ എഴുതിയ കാലഘട്ടത്തിൽ ജാതി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് വേദകാലങ്ങളിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ജാതിയും കൊണ്ട് വേദകാലത്തേക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ. വിഗ്രഹങ്ങൾ ആരാധിച്ചു പോകാനും പറ്റില്ല, കാരണം ഈ കൃഷ്ണനും അയ്യപ്പനൊന്നും വേദകാലത്തില്ല. ആ ഒരു ലൈനിൽ നോക്കിയാൽ വിഗ്രഹാരാധനയെ എതിർക്കാനും ജാതി നിർമൂലനത്തിനും വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി. അദ്ദേഹം 1875 ഏപ്രിൽ 10 ലാഹോറിൽ വെച്ച് സ്ഥാപിച്ച സംഘടനയാണ് ആര്യ സമാജം. ഇന്ത്യയിൽ പൊതുവെ സ്വാമിമാർക്ക് നല്ല സ്വീകാര്യതയാണല്ലോ. അതുകൊണ്ട് ആ ജാതി വിരുദ്ധ പ്രസ്ഥാനവും വളർന്നു. അങ്ങനെ 10-40 കൊല്ലം കഴിഞ്ഞു. അതിനിടയിൽ ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനഫലമായി ജാതിപ്പെട്ട ഒരുപാട് പേർ, അതായത് ജാതി ഉപേക്ഷിച്ച ഒരുപാട് പേർ എക്സ് ജാതിക്കാർ ഇന്ത്യയിൽ ഉണ്ടായി. അവരിൽപ്പെട്ട 22 സ്ത്രീ പുരുഷന്മാർ 1922 ലാഹോറിലെ ഒരു വീട്ടിൽ ഒത്തുകൂടുകയാണ്. എന്നിട്ട് അവിടെ വെച്ച് മറ്റൊരു സംഘടന രൂപീകരിക്കുന്നു, ജാത് പാത് തോടക് മണ്ഡൽ, ജാതിഭേദം ഇല്ലാതാക്കുന്നവരുടെ സംഘടന എന്നൊക്കെ മലയാളത്തിൽ പറയാം. ഈ സംഘടനയിൽ അംഗമാകണമെങ്കിൽ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സ്റ്റാൻഡേർഡ് പോരാ. അതായത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചാൽ പോരാ, സ്വയം ചെയ്യണം, മിശ്രവിവാഹം കഴിക്കണം, മറ്റു ജാതിക്കാരുമായി ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കണം, മക്കളെയും മിശ്രവിവാഹം തന്നെ കഴിപ്പിക്കണം, വാർഷിക പരിസംഖ്യയായി അന്നത്തെ 2 രൂപ കൊടുക്കുകയും വേണം. ഈ സംഘടനയ്ക്ക് ജാത് പാത്ത് തോടക് മണ്ഡൽ എന്ന് പേരിട്ടത് ആ 22 പേരിൽ ഒരാളായ സന്തറാം BA ആയിരുന്നു. BA അദ്ദേഹത്തിൻ്റെ ഡിഗ്രിയാണ്. 1887 കുംഭാര ജാതിയിൽ ജനിച്ച പട്ടികജാതിക്കാരനായിരുന്നു ഈ സന്തറാം BA. ഒരു പട്ടികജാതിക്കാരൻ BA ബിരുദം കൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു. ആര്യ സമാജത്തിൽ അധികം പേരും ഉയർന്ന ജാതിക്കാരായിരുന്നു. ബ്രാഹ്മണർ തന്നെയായിരുന്നു ഭൂരിപക്ഷം. ഏത് ഉയർന്ന ജാതിക്കാരനും ജാതി വിട്ടാൽ പിന്നെ ഒരു സ്വതന്ത്രനായി മാറേണ്ടതാണ്. എന്നാൽ സവർണ ജാതിക്കാർക്ക് അതത്ര എളുപ്പമായിരുന്നില്ല. കുഞ്ഞുനാൾ മുതൽ തന്നെ ശുദ്ധിയെക്കുറിച്ചും അശുദ്ധിയെക്കുറിച്ചും അവരെ ഇഷ്ടംപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. താഴ്ന്ന ജാതിക്കാർ ശുദ്ധിയില്ലാത്തവരാണ്, വൃത്തിയില്ലാതെ ജീവിച്ച് രോഗം പരത്തുന്ന കൂട്ടറാണവർ, പൊല്യൂട്ടഡാണവർ, അവരെ തൊട്ടാൽ കുളിക്കണം. ഇങ്ങനെ പ്രായപൂർത്തിയാകും വരെ ജീവിച്ചവരാണ് പൊട്ടുന്നനെ സാമൂഹ്യ മാറ്റത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് പഠനത്തിലൂടെയും ബ്രിട്ടീഷുകാരുമായുള്ള വിനിമയത്തിലൂടെയും അവർ ആശയപരമായ ഒരു സ്ട്രോങ് ഒക്കെയാണ്. ബട്ട് ആളുകളുമായി കലരേണ്ടി വരുമ്പോൾ അവരിൽ പഴയ ശുദ്ധി അറിയാതെ കയറി വരുന്നു. അതവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുമില്ല. ഇത് വിശദീകരിക്കാൻ നമുക്ക് ഒരു ഉദാഹരണത്തിലേക്ക് പോവാം. പാമ്പിനെ തിന്നാനുള്ള എല്ലാ മെക്കാനിസവും എല്ലാ മനുഷ്യരിലുമുണ്ട്. അത് ഒരു ജീവശാസ്ത്രത്തിന് കൃത്യമായി അറിയുന്നൊരു കാര്യമാണ്. പല ഏഷ്യൻ രാജ്യങ്ങളിലും പാമ്പിനെ തിന്നുന്നവർ ഇഷ്ടം പോലുണ്ട്. ഈ വിവരം അറിയുന്ന ജീവശാസ്ത്രജ്ഞൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തീൻമേശയിൽ ഒരു കുഞ്ഞു ചേരപ്പാമ്പിനെ മുഴുവനായി ഫ്രൈ ചെയ്ത് കൊണ്ടുകൊടുത്ത് നോക്കൂ. അയപ്പൂട്ടും തന്നെ ചാടി എഴുന്നേറ്റ് ഓടിയിരിക്കും. ജീവശാസ്ത്രമൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ പോയി മറയും. അപ്പോൾ ആര്യസമാജത്തിൽ പ്രവർത്തിച്ചിട്ടും സവർണരുടെ സവർണഭ്രമം പൂർണ്ണമായി വിട്ടുപോകുന്നില്ല എന്ന് ഈ സന്തറാമിന് ബോധ്യമായി. ഒരിക്കൽ സന്തറാം ആര്യസമാജത്തിലേക്ക് ഒരു ഐത്തജാതിക്കാരൻ പയ്യനെ ജോലിക്ക് വയ്ക്കാൻ ശ്രമിച്ചു. അയാളുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട് മീറ്റിങ്ങുകൾ കുറെ കൂടി.
എന്നിട്ടും ആര്യ സമാജിൻ്റെ തീരുമാനം വരുന്നില്ല. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ തീരുമാനം വന്നു, അൺടച്ചബിൾസ് ജോലിക്ക് പറ്റില്ല, അവർ 4-5 ക്ലാസ്സിനപ്പുറം പഠിക്കാനേ പാടില്ല എന്നാണ് അവിടുന്ന് തീരുമാനം ഉണ്ടായത്. സന്താറാം അന്ന് തന്നെ തൻ്റെ മാസികയ്ക്ക് ഇട്ടിരുന്ന പേര് മാറ്റി പുതിയ പേരിട്ടു, ക്രാന്തി അഥവാ വിപ്ലവം. അതിനുശേഷം ഈ ജാതി വിരുദ്ധത, മതവിരുദ്ധത എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു ബ്രാഹ്മണനെയും നായരെയും പിള്ളയെയും അദ്ദേഹം വിശ്വസിക്കാൻ പോയില്ല. നായരും പിള്ളയും കായസ്ഥനും ബ്രാഹ്മണനും നയിച്ച ഒരു ജാതി വിരുദ്ധ നവോത്ഥാനവും ഇന്ത്യയിൽ ഗതി പിടിച്ചിട്ടില്ല. ജാതി വിവേചനത്തിൻ്റെ തീവ്രതയിൽ കാര്യമായ ഒരു കുറവുണ്ടായത് കേരളത്തിലാണ്. അതിന് കാരണം ആ മൂവ്മെൻറ്റ് നയിച്ചത് ഈഴവർ തൊട്ട് താഴെയുള്ളവർ ആയതുകൊണ്ടാണ്. ആര്യസമാജം തൻ്റെ പ്രതീക്ഷയ്ക്ക് ഒത്തുയർന്നില്ല എന്ന് മനസ്സിലാക്കിയ സന്താറാമിന് പുതിയൊരു പ്രതീക്ഷ, അത് വേറൊരു പട്ടികജാതിക്കാരൻ തന്നെയായിരുന്നു, ഡോക്ടർ അംബേദ്കർ. 1891 ജനിച്ച അംബേദ്കർ 1912 ആദ്യമായി ബിരുദമെടുത്ത ഒരു പട്ടികജാതിക്കാരനായി. പിന്നീട് ഡോക്ടർ പദവിയും നേടി. ഒരുപാട് യോജിപ്പുകൾ അവർ തമ്മിൽ ഉണ്ടായിരുന്നു. ജാതി നിർമ്മാർജ്ജനം എന്ന സന്താറാമിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഏക മാർഗവും പ്രതീക്ഷയുമായി അംബേദ്കർ മാറി. അവർ തമ്മിലുള്ള ബന്ധം അംബേദ്കറുടെ മരണം വരെ തുടർന്നു. അംബേദ്കർ വേഗം മരിച്ചു. എന്നാൽ സന്താറാമിന് അന്തം വിട്ട ആയുസ്സായിരുന്നു. അദ്ദേഹം 101 വയസ്സ് വരെ ജീവിച്ചു. 1988 മരിച്ചത്. 1936 ജാത് പാത് തോടക് മണ്ഡലിൻ്റെ ആനുവൽ കൺവെൻഷൻ ലാഹോറിൽ നടക്കുകയാണ്. അപ്പോൾ ആ കൺവെൻഷനിൽ അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കാനായി പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് വേണ്ടി സന്താറാം അംബേദ്കർ ഔദ്യോഗികമായി ക്ഷണിച്ചു. താങ്കൾ വരണം, ജാതി നിർമൂലനത്തെപ്പറ്റി ഒരു പ്രഭാഷണം ചെയ്യണം. വലിയ പരിപാടിയാണ്. അംബേദ്കർ ആ പ്രഭാഷണം മുൻകൂട്ടി തയ്യാറാക്കി ഒരു ലേഖനമാക്കി സന്താറാമിന് അയച്ചു കൊടുത്തു, അല്ല കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തു. ജാതിപാതി തോടക് മണ്ഡലിൻ്റെ കമ്മിറ്റി ആ പ്രഭാഷണം വായിച്ച് ഞെട്ടിപ്പോയി. ഹിന്ദുമതത്തെ അതിനിശിതമായി വിമർശിക്കുന്ന ഒരു ലേഖനം. മണ്ഡലിലുള്ള ചില പ്രശസ്ത ആര്യ സമാജക്കാർ ഉടൻ തന്നെ രാജിവെച്ചു പോയി. അംബേദ്കറെ എന്തിനു ക്ഷണിച്ചു എന്നാണ് അവർ ചോദിച്ചത്. അത് പ്രമുഖരായിരുന്നു. ഗോകുൽ ചന്ദ്ര നരംഗ്, GC നരംഗ് എന്നാണ് പറയുക. അതുപോലെ ഭായ് പരമാനന്ദ്, പിന്നെ മഹാത്മാ ഹൻസ്രാജ്, ഇവരൊക്കെ അന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് രാജിവെച്ച് പോയവരാണ്. സംഘടന മൊത്തം ചിഹ്നഭിന്നമാകുമല്ലോ എന്ന് പറഞ്ഞ് സന്താറാം അംബേദ്കറിനോട് പറഞ്ഞു, ഈ എഴുതിയത് മുഴുവൻ ഒന്ന് പ്രസംഗിക്കണോ? ചില ഭാഗങ്ങൾ നമുക്കൊന്ന് സെൻസർ ചെയ്തുകൂടെ, മയപ്പെടുത്തിക്കൂടെ എന്ന് ചോദിച്ചു. സെൻസറിങ്ങോ പറ്റില്ല സന്താറാമേ, ആ മീറ്റിംഗ് തന്നെ ക്യാൻസൽ ചെയ്തോളൂ. അങ്ങനെ ആ പ്രഭാഷണം നടന്നില്ല. പക്ഷേ ആ പ്രഭാഷണം ഒരു പുസ്തകമായി മാറി. അതാണ് അനിഹലേഷൻ ഓഫ് കാസ്റ്റ് അഥവാ ജാതി നിർമൂലനം. സന്താറാമും അംബേദ്കറെ പോലെ ജാതി നിർമൂലനത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. 100-ലധികം ചെറിയ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ അദ്ദേഹം ഇങ്ങനെ വൈകുന്നേരം നടക്കാനിറങ്ങുമ്പോൾ, രാവിലെയും വൈകുന്നേരവും നടക്കാൻ പോകുമ്പോൾ വഴിയിൽ കണ്ടുമുട്ടുന്നവർക്ക് സൗജന്യമായി കൊടുക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഒരു പ്രസിദ്ധി നേടിയ പുസ്തകമാണ് 1948 പ്രസിദ്ധീകരിച്ച ഹമാര സമാജ്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്. അതിലെ ചരിത്ര കഥകൾ വായിച്ച് ജാതി ചിന്ത ഉപേക്ഷിച്ച നിരവധി ജാതി ഹിന്ദുക്കളുണ്ട്. ഞാനിപ്പോൾ അതിലെ 2-3 കഥകൾ പറയാൻ പോകണം. ആർക്കെങ്കിലും ജാതി ചിന്തയുണ്ടെങ്കിൽ ആ കഥ കേട്ടാൽ നമുക്ക് ഒരു പക്ഷേ ഇല്ലാതായെങ്കിലും ഒരു കഥ. പണ്ട് മുഗളന്മാർ ഭരിക്കുമ്പോൾ ഹേമചന്ദ്ര എന്നൊരു വൈശ്യജാതിക്കാരൻ ബനിയ, അതായത് നമ്മുടെ ഗാന്ധിയുടെയൊക്കെ ജാതി, വിക്രമാദിത്യ എന്ന പേരിൽ ഒരു ഹിന്ദു സാമ്രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഹേമചന്ദ്ര ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് വിക്രമാദിത്യ എന്ന പേരിലാണ്. അയാൾ ഡൽഹി ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ മുഗൾ സൈന്യങ്ങളെ പരാജയപ്പെടുത്തി. അങ്ങനെ പരാജയപ്പെടുത്തിയ പോരാ, കാരണം ഇന്ത്യയിൽ നിന്ന് തന്നെ അവരെ വളരെ ഓടിക്കണം. അതിനുവേണ്ടി അദ്ദേഹം രജപുത്രന്മാരോട്, രജപുത്ര എന്ന ജാതിയുണ്ടല്ലോ, അവരോട് ചോദിച്ചു, നിങ്ങൾ നമ്മുടെ ഒപ്പം നിൽക്കുമോ? അപ്പോൾ രജപുത്രർ പറഞ്ഞു, ഞങ്ങൾ ക്ഷത്രിയരാണ്, താൻ വൈശ്യനാണ്. വൈശ്യവർണ്ണത്തിൽപ്പെട്ട ഒരാളുടെ കീഴിൽ യുദ്ധം ചെയ്യാൻ കഴിയില്ല. അവസാനം ഈ ഭൈറാം ഖാൻ എന്ന മുസ്ലിം രാജാവ് ഹേമചന്ദ്രയെ തോൽപ്പിച്ചു. അപ്പോൾ ആ മുസ്ലിം രാജാവിൻ്റെ അടിമയാകാൻ ഈ രജപുത്രർക്ക് ഒരു അപമാനവും ഉണ്ടായില്ല. അതാണ് ഈ ജാതി. രണ്ടാമത്തെ കഥ നടക്കുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ ഒരു മിടുക്കനുണ്ടായിരുന്നു. പക്ഷേ അവൻ ഐത്തജാതിക്കാരനായിരുന്നു. അതുകൊണ്ട് അവന് കഴിവുണ്ടായിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, അവനത് ഉപകാരപ്പെടില്ല. ജാതി വ്യവസ്ഥയുടെ മുകളിലിരിക്കുന്ന സംരക്ഷകരുണ്ടല്ലോ, അവരൊന്നും അവന് ഉയരാൻ അനുവദിച്ചുമില്ല. അവൻ സഖി കെട്ട് മുസ്ലിമായി കൺവെർട്ട് ചെയ്തു.
പേര് നസീറുദ്ദീൻ ഖുസ്രോ എന്നാക്കി മാറ്റി. തുടർന്ന് അവൻ ഖിൽജി വംശത്തിൻ്റെ ഭരണാധികാരിയായി. ഒരു ഹിന്ദു ആയിരുന്നപ്പോൾ അവനൊരു ക്ഷത്രിയ സ്ത്രീയെ നോക്കാൻ പോലും പാടില്ലായിരുന്നു, പറ്റിയിരുന്നുമില്ല. എന്നാൽ മുസ്ലിം ആയതിനു ശേഷം അവൻ രാജ് കർണറാവുവിൻ്റെ ഭാര്യ ദേവൽ ദേവിയെ വിവാഹം ചെയ്തു. മറ്റൊരു ചരിത്ര സംഭവം, അതായത് മൂന്നാമത്തെ കഥ, ആര്യ സമാജത്തിൻ്റെ ഒരു പ്രമുഖ നേതാവായിരുന്നു ഭായ് പർമാനന്ദ്. നമ്മൾ കുറച്ച് മുമ്പ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞു. അംബേദ്കർ വരുന്നു എന്ന് പറഞ്ഞ് രാജിവെച്ച് പോയാൾ. അദ്ദേഹം ഗദ്ദർ പാർട്ടിയുടെയും ഹിന്ദു മഹാസഭയിലുമൊക്കെ പ്രവർത്തിച്ചുള്ള കക്ഷിയാണ്. ഭയങ്കര വിപ്ലവകാരിയായിരുന്നു. ഗദ്ദർ പാർട്ടിയിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരെ കൊല്ലാൻ ലാഹോർ ഗൂഢാലോചന കേസ് നടത്തിയതിൻ്റെ പേരിൽ ആൻഡമാൻ ജയിലിൽ ദീർഘകാലം തടവിൽ കിടന്നു. ഒരു വമ്പൻ ഫിഗറായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ഇന്ത്യയിലെ മറ്റ് വമ്പന്മാരുമായി വലിയ സൗഹൃദം അദ്ദേഹം നിലനിർത്തിയിരുന്നു. പുള്ളിയുടെ ഫ്രണ്ട് സർക്കിളിൽപ്പെട്ട അതിപ്രശസ്തരായ രണ്ടുപേരായിരുന്നു മൗലാന മുഹമ്മദ് അലി, പിന്നെ സഹോദരൻ മൗലാന ഷൗക്കത്ത് അലി. അലി സഹോദരന്മാർ എന്നാണ് അവർ ഇന്ത്യാ ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്നത്. അലിമാരുടെ ഉമ്മ മരണപ്പെട്ടു. അപ്പോൾ ആ വിവരം അറിഞ്ഞ് ഈ പർമാനന്ദ് ഭായ് അവരുടെ വീട്ടിൽ അനുശോചനം അറിയിക്കാൻ പോയി. സംഭാഷണത്തിനിടയിൽ രാഷ്ട്രീയം കടന്നു വന്നു. മൗലാന അലി ഈ പർമാനന്ദ് ജിയോട് പറഞ്ഞു, ഞങ്ങളുടെ ഇസ്ലാം മതത്തിൻ്റെ മുന്നേറ്റത്തിന് ഏറ്റവും തടസ്സം നിങ്ങളുടെ ആര്യ സമാജമാണ്. നിങ്ങൾ അയിത്തജാതിക്കാരുടെ മോചനത്തിന് വേണ്ടി എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? അവർക്ക് എന്തിനാണ് വെറുതെ നിങ്ങൾ പ്രതീക്ഷ കൊടുക്കുന്നത്? എന്തിനാണ് ഇസ്ലാമിലേക്കുള്ള അവരുടെ മതപരിവർത്തനം തടയുന്നത്? ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒന്നും നിങ്ങൾക്ക് ഒരു കാലത്തും ഹിന്ദു മതത്തിൻ്റെ ഉള്ളിൽ അവർക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ പർമാനന്ദ് ഭായ് മൗലാനയോട് ചോദിച്ചു, എന്താ ഇത്ര കടുപ്പത്തിൽ പറയുന്നത്? നിങ്ങൾ കൃത്യമായി പറയാം, എന്നാലല്ലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. ആ സമയം മൗലാന ഒരു അയിത്തജാതിക്കാരി സ്ത്രീ ആ വഴി വന്നപ്പോൾ, അല്ലെങ്കിൽ അവരെ വീട്ടിലുള്ള ആളാന്ന് വിചാരിക്കാം, സേവകയായിരിക്കാം, അവളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നോക്കൂ, ഞാൻ ഇന്ന് ഇവളെ ഇസ്ലാമിലേക്ക് മതം മാറ്റി എൻ്റെ ബീഗം ആക്കാം. നിനക്കോ മദൻ മോഹൻ മാളവ്യജിക്കോ അതിനുള്ള ധൈര്യമുണ്ടോ? ഒരു ഹിന്ദുവിനെ ഇസ്ലാമിലേക്ക് മതം മാറ്റിയ ശേഷം ഞാൻ എൻ്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുക്കാം. ഏതെങ്കിലും ഹിന്ദു നേതാവിന് ഇത് ചെയ്യാൻ കഴിയുമോ? എൻ്റെ പദവിയുള്ള ഒരു ഹിന്ദു നേതാവിന് അവൻ്റെ മകളെ എൻ്റെ മകന് വിവാഹം ചെയ്തു തരാൻ കഴിയുമോ? പറ്റില്ലല്ലോ. പിന്നെ എന്തിനാണ് ശുദ്ധിയുടെയും അസ്പൃശ്യരുടെ മോചനത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് ഇസ്ലാമിൻ്റെ പുരോഗതി തടസ്സപ്പെടുത്തുന്നത്? അതായത് പർമാനന്ദ്ജിയോട് വീണ്ടും അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങളുടെ ചോദ്യം ഒരുപക്ഷെ ഇതായിരിക്കാം, ജാതി വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന എല്ലാ ഹിന്ദു ജാതികൾക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളോടൊപ്പം ജീവിക്കാൻ കഴിയേണ്ടതല്ലേ? അതിന് എൻ്റെ ഉത്തരം ഇതാണ്, എല്ലാത്തരം കുഷ്ഠരോഗികൾക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയും. ചിലർക്ക് മൂക്കിൽ വ്രണങ്ങൾ, മറ്റുള്ളവർക്ക് കാലിൽ, വേറെ ചിലർക്ക് വിരലുകളിൽ, അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയും. എന്നാൽ ആരോഗ്യമുള്ള വ്യക്തിക്ക് അവരോടൊപ്പം ജീവിക്കാൻ കഴിയില്ല. ജാതി വ്യവസ്ഥ എന്ന കുഷ്ഠരോഗത്തിൽ ബുദ്ധിമുട്ടുന്ന എല്ലാ ഹിന്ദു ജാതികൾക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയും. പക്ഷേ ഈ രോഗത്തിൽ നിന്ന് മുക്തരായ മുസ്ലിങ്ങൾക്ക് അവരോടൊപ്പം ജീവിക്കാൻ കഴിയില്ല. സവർണർ താഴ്ന്ന ജാതിക്കാരുടെ ആത്മാഭിമാനത്തെ തകർത്തിരിക്കുന്നു. സവർണരുടെ കൈകളാൽ അനുഭവിക്കുന്ന അപമാനം തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവർ അപമാനിതരായിരിക്കുന്നു. എന്നാൽ മുസ്ലിങ്ങൾ ഈ രീതിയെ വെറുക്കുന്നു. പർമാനന്ദ് ഭായ്ജി മൗലാനയ്ക്ക് മറുപടി പറഞ്ഞില്ല. ഹിന്ദു സഭാക്കാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ഒരുപക്ഷെ ഈ വാക്കുകൾ പിടിച്ചുലച്ചിട്ടുണ്ടാകണം. ഈ സംഭാഷണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 100 വർഷം കഴിഞ്ഞു, ഇന്നും അതൊക്കെ തന്നെ തുടരുന്നു. തമ്മിൽ ഭേദം നമ്മുടെ കേരളം തന്നെ. ജാതി നിർമൂലനത്തെപ്പറ്റി ഇനിയും കുറച്ച് കഥകൾ കൂടി പറയാനുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ. നന്ദി, നമസ്കാരം.